ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഒരു ഡെക്കറേഷൻ പ്ലാന്. പിന്നെ അനിയത്തിൻ്റെ പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നാളെയാണ് കേക്ക് സെറമണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ അവൾ വന്നറിയുക ചെയ്യണമെന്നായിരുന്നു പ്ലാന്. ബട്ട് ബിക്കോസ് ഓഫ് മൈ കോളേജ് ഇഷ്യൂസൊക്കെ കാരണം ഐ കുഡൻറ്റ് ഡു ഇറ്റ്. സോ നമ്മൾ ഇന്ന് പോയിട്ട് അതിന് വേണ്ടിയുള്ള പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ട് ഇന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് ഹാപ്പി ആക്കണം. അപ്പോൾ നാളെ കേക്ക് സെറമണി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ പേര് വരും ബേബിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. സോ നമുക്കിത് ഈ വീട്ടിലതൊക്കെ കാണാം. സോ ഇന്ന് നമുക്ക് പോയിട്ട് വാങ്ങണം. നാളെ കേക്ക് സെറമണി. ഇതൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ മഞ്ചേരിയാണ് കേട്ടോ പോകുന്നത്. ഇതിലുള്ള സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനും അതുപോലെ ബേബിയും ഹസ്ബൻഡും കൂടെ പോയത്. ആദ്യം തന്നെ ഏച്ചുമാട്ടാണ് പോയത്. ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വേറെയും കുറേ ഷോപ്സ് നോക്കി, കിട്ടിയില്ല. അതുപോലെ ഈ തിരുരങ്ങാടി ബുക്ക് സ്റ്റാൾ, ഈ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി നോക്കി. പിന്നെ ഞാൻ കുറേ നടന്ന് കുറേ ഷോപ്പിൽ തിരഞ്ഞു. അങ്ങനെ മണവാട്ടി എന്നുള്ള ഷോപ്പിൽ നിന്നാണ് പിന്നെയും കുറച്ച് സ്റ്റഫ് കിട്ടിയത്. മുകളിലേക്ക് കയറി പോയിട്ട് ഈ ചെക്കന് കുറേ തെരഞ്ഞിട്ടാണ് കുറേ സ്റ്റെപ്സ് കിട്ടിയത് കേട്ടോ. ഇറ്റ്സ് പറഞ്ഞിട്ടുള്ള ബാനറും അതുപോലെ ബലൂൺസ്, കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടിയത് ഈ മണവാട്ടി എന്നുള്ള സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ പോവുക. കാരണം അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലം തിരഞ്ഞു, കിട്ടിയില്ല. പിന്നെ ഞാൻ കാറിലേക്ക് തന്നെ തിരിച്ചു പോയി. എന്നിട്ട് വി മാർട്ടിൽ പോയി നോക്കാം. ഇപ്പോൾ വി മാർട്ട് ആക്ച്വലി മാറിയിട്ട് അറേബ്യൻ മാൾ എന്നുള്ള പേരാക്കിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ അവിടെ പോയി നോക്കി. അവിടുന്ന് ഒന്നും കിട്ടില്ല. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഓൾറെഡി ക്ലോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് സ്റ്റഫ് കിട്ടുമായിരുന്നു. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയുന്നൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഓരോ ഷോപ്പ് പോകുമ്പോൾ അവിടെ ഞാൻ ചോദിച്ചു നോക്കും എവിടെ കിട്ടുക, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിങ്ക് തീമിൽ എന്താ കിട്ടുക എന്നൊക്കെ ചോദിച്ച് ഓരോ ഷോപ്പിൽ കയറുമ്പോഴും അടുത്തടുത്ത ഷോപ്പിൽ ഇങ്ങനെ പോകലാണ്. അവർ പറയും ഈ ഷോപ്പിൽ പോയി നോക്കി അങ്ങനെ പറഞ്ഞാണ് എല്ലാ ഷോപ്പിലും പോയി. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. കാരണം ഇപ്പം തന്നെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി നടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ വേഗം സാധനങ്ങൾ വാങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ തിരിച്ച് പോകുന്നപ്പോൾ സെയ്യോന് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. അങ്ങനെ നിർത്തിയിട്ട് ഈ ഷോപ്പിലായിട്ട് നിർത്തിയത്. എപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണെങ്കിലും ഈ ഷോപ്പിൽ ഞങ്ങൾ കയറുന്നത്. പ്രത്യേകിച്ച് ഫാമിലീൻ്റെ കൂടെയൊക്കെ പോരും, ഉമ്മാൻ്റെ കൂടെയൊക്കെ പോരുമ്പോൾ ഉമ്മ മസ്റ്റായിട്ട് കയറുന്ന ഒരു ഷോപ്പാണത്. ഞങ്ങൾ വീട്ടിലെത്തി. അതുപോലെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കിട്ടിയത്. കുറേ ബലൂൺസും മിച്ചകൾ, ബാനർ, വൈറ്റ് ബലൂണ്, പിങ്ക് ബലൂണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത ഡിസൈനാണ് കേട്ടോ. രസമുണ്ടോ എന്ന് പറയട്ടെ ഗൈസ്. പിന്നെ LED ലൈറ്റൊക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പം ഞാനും അതുപോലെ എൻ്റെ അനിയത്തി, അതുപോലെ മൂത്താപ്പാൻ്റെ മോളൊക്കെ കൂടിയിട്ടൊക്കെ നല്ല രീതിക്ക് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി. അവരുണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. എന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി ഫുള്ളതിന് നിൽക്കേണ്ടിയിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഇതിന് കേക്ക്സും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഏതാ വേണ്ടത് കേക്ക് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ കേക്കൊക്കെ നോക്കിയിട്ട് അതിൽ വൈറ്റ് കേക്കാണ് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം റൂം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് പറയൂ കേട്ടോ ഗൈസ്. ഞാനും അതുപോലെ എൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മൂത്താപ്പാൻ്റെ അവരുടെ ഒരു കസിനായിട്ടൊക്കെ വരും. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്ര ആയി കിട്ടിയതെന്ന് പറയല്. കാരണം ഒരു 6 മണിക്കാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 7 മണിക്ക് തന്നെ എല്ലാവരും വന്നു തുടങ്ങിയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു. ചെയ്യാൻ കഴിയായിക എന്നല്ല, പക്ഷേ നല്ല സമയം എടുക്കും ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അറിയാലോ. കാരണം പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കയ്യിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളും കുറവും കൂടെ ആയതുകൊണ്ട് നല്ല ടൈം എടുത്തു. എന്നാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ ഇടയിൽ കൂടെ ഉമ്മ അവിടെ ഫുള്ള് ഈ അക്കീക്ക സെറമണിയാണല്ലോ, അപ്പോൾ അതിൻ്റെതൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആട് കറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പശു കറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീതം വെക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വർക്ക്സ് കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഫുള്ള് സെറ്റിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ.
ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതായിരുന്നു ഉള്ളിലുള്ളൊരവസ്ഥ. ഓക്കെ, ആ ചുരിദാറിട്ട് ബാക്കിലൂടെ പോകുന്നതാണ് എൻ്റെ ഉമ്മ. പിന്നെ ഇതാ ഉള്ളിൽ ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ജ്യൂസ് അടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായത് ഞങ്ങൾ വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇതൊക്കെയാണ്. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും അടുത്തത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ എല്ലാവർക്കും നല്ല രീതിക്ക് കൊടുക്കാനൊക്കെ പറ്റി. നല്ല രീതിക്ക് പ്രോഗ്രാം ഞങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.